കണ്ണൂർ പിണറായിയിൽ CPM പ്രവർത്തകന്റെ കൈപ്പത്തി അറ്റുപോയ സ്ഫോടനം അത് പടക്കം പൊട്ടിയുണ്ടായതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പ് ചുമത്തിയാണ് പരിക്കേറ്റ വിപിനെതിരെ ഇപ്പോൾ പിണറായി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് EP ജയരാജനൊക്കെ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. വോട്ടെണ്ണൽ ദിനമുണ്ടായ പാറാട് സംഘർഷത്തിൽ 5 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിലായി. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ പിണറായി വെണ്ടുട്ടായി കനാൽക്കരയിൽ സ്ഫോടനത്തിൽ CPM പ്രവർത്തകന് പരിക്കേൽക്കുന്നത്. സ്ഫോടക വസ്തു കയ്യിൽ വെച്ച സമയത്ത് അത് പൊട്ടിത്തെറിക്കുകയും അങ്ങനെ 3 വിരലുകൾ അറ്റുപോവുകയുമാണ് ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിണറായി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അതിലാണ് ഈ പൊട്ടിയത് പടക്കമാണെന്നും സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്തത്. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ളവർ ആരോപിക്കുന്നത് ഇത് ബോംബാണ് പൊട്ടിയത് എന്നതാണ്. എന്നാൽ CPM നേതാക്കൾ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇത് പടക്കമാണ് പൊട്ടിയത്, അതിൽ പടക്കം കെട്ടുന്ന സമയത്തുണ്ടായ അശ്രദ്ധയാണ് ഈ സംഭവത്തിന് കാരണമെന്നും മുതിർന്ന നേതാവ് EP ജയരാജൻ വ്യക്തമാക്കി. വെണ്ടിട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവുമല്ല. അവിടെ ഒരു സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചരട് കൊണ്ട് കെട്ടി ആ ചരട് കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും. അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അപകടമാണ്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനം കണ്ണൂർ കേന്ദ്രീകരിച്ച് വലിയ സംഘർഷമാണ് അരങ്ങേറിയത്. അതിൽ പാറാട് UDF പ്രവർത്തകർ വീട്ടിലേക്ക് വടിവാളുമായി എത്തി അക്രമം നടത്തിയ CPM പ്രവർത്തകരിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 CPM പ്രവർത്തകരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതിൽ ആ വടിവാളുമായി എത്തുന്ന ശരത്ത് എന്ന CPM പ്രവർത്തകൻ അടക്കമുള്ളവർ മൈസൂരുവിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്. അവിടെ എത്തി പോലീസ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം തന്നെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അടക്കം അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി. അങ്ങനെ പാറാടിലെ സംഘർഷത്തിൽ മാത്രം 12 പേരാണ് ഇതിനോടകം അറസ്റ്റിലായിട്ടുള്ളത്. ഒപ്പം തന്നെ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ കൂടുതൽ മുൻകരുതലുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എടുത്തിട്ടുമുണ്ട്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.